മക്കളെ, നമുക്കറിയാം CBSE ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷനിൽ ഒരു പാസേജ് തരും, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള 4-5 ക്വസ്റ്റ്യൻസ് വരും. ഒരു 5 മാർക്കിനോ 4 മാർക്കിനോ വരാൻ സാധ്യതയുള്ള ഒരു പാറ്റേൺ ആണിത്. അപ്പൊ ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ മിക്ക കുട്ടികളും ഈ പാസേജ് വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദ്യം സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇനി അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇംഗ്ലീഷിലും അതേപോലെ ഹിന്ദിയിലും ലാംഗ്വേജസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ പാസേജിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ആ പാസേജ് വായിക്കുക, 1-2 പ്രാവശ്യം വായിക്കേണ്ടി വരുമായിരിക്കും. അതിനുശേഷം താഴത്തെ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. സർപ്രൈസിംഗ്ലി ഇതിലൊരു കാര്യമുള്ളത്, ഈ പാസേജിൽ നിന്നല്ലാത്ത ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും. അതായത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ, അതായത് പാസേജ് വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ടാവും, ഈ ചോദ്യങ്ങളിൽ വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഈ പാസേജിൽ വരാറുള്ളൂ. അപ്പൊ നമ്മൾ ഈ ചോദ്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്ക്, സിമ്പിൾ ആയിട്ട് കിട്ടേണ്ട 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു പാസേജ് കിട്ടുമ്പോൾ കൃത്യമായിട്ട് വായിക്കുക, അതിൽ നമ്പേഴ്സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഒറ്റ പ്രാവശ്യം വായിച്ചാൽ തന്നെ ചിലപ്പോൾ 3-4 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിൻ്റെ അകത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആരും തന്നെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വിട്ടുകളയരുത്, എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യുക.